മണ്ടലാണ് അവിടുന്ന് വെള്ളം വരുന്നത്. അറിയില്ലാണെങ്കിൽ കേൾക്കത്തില്ല. നമ്മളെ ഫ്രണ്ടിൽ ഇതാണ് മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. ഈ വർഷമൊക്കെ മഞ്ഞ. അവിടെ രണ്ട് വേറെ മലയുണ്ടല്ലോ അവിടെ. അനൂപ് ട്രാവലറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് ഉറുമ്പിക്കരയാണ്. ഉറുമ്പിക്കര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ പുറകെ കാണുന്നതാണ് ഉറുമ്പിക്കര വെള്ളച്ചാട്ടം. അപ്പോൾ ഉറുമ്പിക്കര വെള്ളച്ചാട്ടത്തിലേക്ക് വരേണ്ട വഴികളും അതിന്റെ ഓഫ് റോഡും കാര്യങ്ങളും ഉള്ളതാണ് ഈ വീഡിയോയിൽ ഫുള്ളുള്ളത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉറുമ്പിക്കര പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ 2 ബൈക്കിലായിട്ട് നമ്മൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മുഴുവൻ മഴയായിരുന്നു. ഒരു രക്ഷയിലായിരുന്നു. ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. കാഞ്ഞിരപ്പള്ളി തൊട്ട് ഭയങ്കര മഴയായിരുന്നു. ഫുള്ള് മഴ നനഞ്ഞാണ് വന്നത്. ബൈക്കിൽ 2 ബൈക്കിൽ എല്ലാവരും നനഞ്ഞാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ശരിക്കും എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ കുടയൊക്കെ എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് നോക്കാം. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവർ ആ വണ്ടി ഇവിടെ വെച്ചിട്ട് വെയിറ്റിംഗ് ഷെഡ് കയറി നിൽക്കുകയാണ്. ഇവിടെ എല്ലാം കൈതയാണ്. ഈ കൈതയ്ക്കകത്ത് കയറാമെന്ന് അറിയത്തില്ല. ഇനി ആരെങ്കിലും കൊണ്ട് വഴക്ക് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും കൈതയുടെ അകത്തോട്ടൊന്ന് കയറി നോക്കി. ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. തണുപ്പ് കിടക്കാൻ തുടങ്ങി. അമ്മമാരവിടെ വലിയ ഫോട്ടോ എടുക്കാൻ നടക്കുന്നത്. ആണ്ട് അരവിന്ദയിലേക്ക് കൂടെ ചാടി നടന്ന് എന്തൊക്കെയോ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആണ്ട് അവർ 2 പേരും കൂടെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. അവൻ വണ്ടിയുടെ ഫോട്ടോ എടുക്കുക കേട്ടോ. അവിടെ കുറേ മലനിരകളൊക്കെ കാണാം. മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ എല്ലാം മഞ്ഞാണ്. ശരിക്കും നമ്മൾ ഉറുമ്പിക്കര എത്തിയിട്ടില്ല. ഉറുമ്പിക്കരയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ ഇങ്ങനെ കയറ്റം കയറി വന്നു കഴിഞ്ഞിട്ട് ടാറിങ് തീർന്നു കഴിഞ്ഞിട്ട് ഇവിടെ ടാറിങ് ഇല്ലാത്തൊരു പോർഷൻ ഉണ്ട്. ഒരു ടോപ്പ് സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ ഒരു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഇപ്പോൾ മഴ ചെറുതായിട്ട് കുറവുണ്ട്. മഴ ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഈ കൈതത്തോട്ടത്തിൻ്റെ ഇതിലേക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മഴയില്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ആ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ. അവിടെ മുഴുവൻ മലനിരയുടെ ടോപ്പിലെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് നല്ല അടിപൊളിയായിട്ട് കിടക്കുക കേട്ടോ. കോടയാണ് മൊത്തം. മഞ്ഞ് വീണല്ല, കോടയാണ്. എന്താ പരിപാടി? ഇവരിവിടെ ഫോട്ടോ എടുക്കുന്ന മത്സരമൊക്കെയാണ്. നമുക്ക് അരവിന്ദൊക്കെ എന്താ പരിപാടി എന്നൊക്കെ. അരവിന്ദ് താണ്ട് കണ്ണൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. കണ്ണൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. കണ്ണൻ്റെ കൈ വിറയ്ക്കുന്ന കൂടെ കാണുക. ഫുള്ള് നനഞ്ഞ് എല്ലാവരും നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ വണ്ടി മാറ്റിക്കൊണ്ട് പോവാണ്. എന്നും വിറയ്ക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഹെഡ് ഇതുണ്ടോ. ഓക്കെ, ഒരുത്തനാണ്ട് ആ വെയിറ്റിംഗ് ഷെഡിൽ കയറുന്ന ഫോണും കുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ റേഞ്ച് ഉണ്ടോടാ? റേഞ്ച് ഉണ്ടോ? അപ്പോൾ ഇവിടെ റേഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയോ വേറെ വീടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം കുറച്ച് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഉറുമ്പി ഹിൽസ് ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ബോർഡുണ്ട്. അത് ഹോം സ്റ്റേ അത് അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഉറുമ്പി ഹിൽസ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വേറെ വടക്കേമല, ഉറുമ്പിക്കര സെൻറ്റ് തോമസ് മൗണ്ട് വടക്കേമല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോർഡുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു വഴിയുണ്ട്. ഈ വഴി ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു വഴിയാണ് കേട്ടോ. എനിക്ക് തണുത്തിട്ട് ശരിക്കും സംസാരിക്കാനേ പറ്റുന്നില്ല. വിറച്ച് പോവുക കേട്ടോ. അതാണ് ഞാനിപ്പോൾ കുടയും പിടിച്ചോണ്ടാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ താഴോട്ടുള്ള വഴിയല്ല, നേരെയാണ് പോകണ്ട കേട്ടോ. ഞാൻ വഴി തെറ്റിപ്പോയല്ല, ചുമ്മാ താഴോട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്. അവർ വിളിക്കുന്നുണ്ട് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്.
ഷർട്ട് കണ്ട് എൻ്റെ ഷർട്ട് ഇത് മുഴുവൻ ജീൻസ് അടക്കം ഫുള്ള് നനഞ്ഞേക്കുക, ഫുള്ള് നനഞ്ഞു പോരുന്നു, കോട്ടെടുത്തില്ല. ആദ്യം ഒരു കാര്യം പറയാനുള്ള ആളുണ്ടോ, ആ ചെറുതായിട്ട് കാണുന്നതാണ് ഉറുമ്പിക്കര വെള്ളച്ചാട്ടം. ഒരു വലിയ മലയുടെ മണ്ടേന്ന് ആണ് വലിയ വെള്ളച്ചാട്ടം. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഇങ്ങനെ ചാടുന്ന രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ട് അടുത്ത് ചെല്ലുന്തോറും ആ വെള്ളച്ചാട്ടം നമുക്ക് കൂടുതലായിട്ട് കാണാം. അതിന് മുമ്പായിട്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിക്കാം. ശരിക്കും ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ സൈഡും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം, ചിലപ്പം നല്ല രസമാണെങ്കിലോ കാണാൻ. അത് കൂടെ ഒന്ന് അമ്മരെന്നെ നോക്കി അവിടെ നിൽക്കുകയാണ്, ഞാനീ ക്യാമറ എടുത്തുകൊണ്ട് ഓടുവാണ്. ആഹാ കൊള്ളാം കേട്ടോ, അവിടെ അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ്, ഞാനിങ്ങനെ ഓടി വന്ന ഓപ്ഷൻ കാണുന്നതാണ് കണ്ടോ. ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം കണ്ടോ. അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് എന്തോ ആണോ വേണ്ട, അവരാണ്ട് ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെയാണ് അവർ നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. അപ്പം നമ്മൾ ഓടി വന്ന പോർഷൻ തിരിച്ചു പോവാണ്. നമ്മളെ നോക്കി അവരവിടെ കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാനിവിടെ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിന്നുപോയി. ഇവിടെ വരുന്ന വഴിക്കൊരു വലിയ വെള്ളച്ചാട്ടം കണ്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പത്തോട്ട് പോകണേ. ഇതാണോ വെള്ളച്ചാട്ടം? അവന്മാരാണ്ട് അതിൻ്റെ മണ്ടയിലാണ് കണ്ടോ, അവിടുന്ന് വെള്ളം വരുന്നത്. അറിയില്ലാണെങ്കിൽ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ വഴി ഒന്ന് പോയി നോക്കാം. എന്നാ വെള്ളമാണ്, ഒന്നും കിട്ടിയിട്ടില്ല, വെള്ളച്ചാട്ടമായത്. ഓരോ ഭാഗത്തായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഉറുമ്പിക്കര വെള്ളച്ചാട്ടം എന്നൊക്കെയുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ കൃഷി കുറച്ച് പോർഷന് തേയിലയുണ്ട്. ഇവിടെ വരുന്ന വഴിക്കൊക്കെ കുറേ സ്ട്രീമുണ്ട്, അവിടെയൊന്നും നിർത്തിയില്ല. കാരണം നിർത്തിയാലും മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിർത്താൻ ഞാൻ. അവിടെ കുറേ പോർഷൻ തേയിലയാണ്. ഇതിൻ്റെ അങ്ങോ സൈഡായിട്ട് കുറേ പോർഷൻ തേയിലയാണ്. ഇവിടെ ഒരു കുളമുണ്ട്, ഇവിടെ അടുത്തായിട്ട് 2 റിസോർട്ടൊക്കെ പണിയുന്നുണ്ട്. ഇവിടെ 2 കുളം, വലിയൊരു കുളമുണ്ട്. അതിൻ്റെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 2 വഴിയുണ്ട്. ഉറുമ്പിക്കര ഹിൽസ് എന്ന് പറഞ്ഞിട്ടാണ്ട് ഈ വഴിയാണ്, ഏലപ്പാറ ഉറുമ്പിക്കര ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ വഴിയാണ് വെച്ചേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേ ബൈക്കിനാണ് വരുന്നെങ്കിൽ ഓഫ് റോഡ് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാം. വേണ്ട, ഈ വഴിയാണ് കയറി പോകുന്നത്. കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ? പോകാം. അപ്പോൾ നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം വണ്ടി. ഫുള്ള് കൊണ്ടുപോകുന്നില്ല. നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളുടെ മണ്ണയെല്ലാം വെട്ടി നിർത്തിയേക്കുവാണ്. തേയിലയാണ് കൃഷി. ചെറുതായിട്ട് മഴ തൂളി വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് കുറേ ക്യാമറ കാണത്തില്ലെന്ന് തോന്നുന്നു, കുറേ പോർഷൻ. നമ്മളിവിടെ ഹെൽമെറ്റ് എല്ലാം കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ MDA കണ്ടോ, MDAയിൽ ഹെൽമെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും. അതാണ് ഒട്ടകത്തിന് ഇടപെടുത്തെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു, ഇനി എല്ലാം പറഞ്ഞു. സാലസേ, നിന്റെ കൈ മാത്രം കിട്ടിയില്ല. എവിടെ? കൊള്ളാം, അടിപൊളി.
ഹെൽമെറ്റിന്റെ അടിയും. ഇപ്പൊ കൊറോണ ഉണ്ടാവുന്നു, ആരും എടുക്കരുത്. ഹെൽമെറ്റ് പോലും ആരും എടുക്കത്തില്ല. ഒക്കെ ധൈര്യമായിട്ട് വെക്കാം. അപ്പം നമ്മളിനി പതുക്കെ ഓഫ് റോഡ് നടത്തം ആരംഭിക്കുകയാണ്. പിന്നെ വെറുതെ എന്തിനാ വണ്ടി നശിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിട്ട് അല്ലേ. എന്റെ ജീൻസിന്റെ നനഞ്ഞിരിക്കല്ലോ മൊത്തം. അതിൻ്റെ കൂടെ തണുത്ത കാറ്റ് കൊള്ളാം. തൊപ്പിയുണ്ടല്ലോ, മഴ വന്നാൽ കയറിയിരിക്കാനുള്ള ഒരു പോർഷനും ഇല്ലല്ലേ. ആകപ്പാടെ ആ രമണിയമ്മയോ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം നടന്നു പോകുന്ന വഴിയാ. ഞങ്ങളങ്ങ് പെട്രോളിന് വില കൂടിയതിനെ പ്രതിഷേധിച്ച് പെട്രോളിന് വില കൂടിയതിൽ പ്രതിഷേധിച്ച് ഉറുമ്പിക്കര നടന്നു കയറാൻ വന്ന ആ മഹാൻ ഇതാണ്. അയ്യോ അടിപൊളിയാണല്ലേ. ഞാൻ ആ സൈഡ് നിൽക്കാം. അതാണ് കോട വന്ന് കയറുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സൈഡ് ഇത് മുഴുവൻ തേയിലത്തോട്ടമാണ് കേട്ടോ. ഇതേതാ മരം? ആരവിൻ്റെ തമ്പുരാറി. അത് കൊള്ളാം, നല്ല മരമാണല്ലോ. താഴെ കണ്ടോ ഏതാ ടൗൺ കാണുന്നതെന്ന് അറിയോ? മുണ്ടക്കയം തന്നെയാണ്. 6 അരുവി തോട് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. പുഴ കണ്ണൻ പൊറോട്ട അടിച്ചിരിക്കുകയാണ്. എന്ത് പറ്റി? പൊറോട്ടയല്ല, പുറകോട്ട്. തലയെല്ലാം നനഞ്ഞോ? എൻ്റെ മുന്നേ അതുകൊണ്ടോ മഞ്ഞുണ്ടോ? നമ്മളെ ഫ്രണ്ടിൽ കാണാൻ മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. ഈ പോഷനൊക്കെ മഞ്ഞ. സൗണ്ടോ? പണി കിട്ടുമോ? ഇവിടെ തേയിലയില്ലേ? നല്ല സ്ഥലമാണല്ലോ. റേഞ്ചൊക്കെ എപ്പോഴാണ് പോയി കാണും? റേഞ്ചൊന്നും കാണാനേ സാധ്യതയില്ല. എന്നെ ടവർ താഴെ ഈർക്കിൽ കുത്തി വെച്ച് കൊള്ളട്ടോ. കുറെ ടവർ താഴെ നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ സിഗ്നലിലൂടെ ഒന്നും വരത്തുപോലും ഇല്ല. അറിവിന്റെ അതെന്തോ റിസോർട്ടാണോ ആ കാണുന്ന? ബംഗ്ലാവോ? ഇവിടെ എവിടെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞേ? അതുകൊണ്ടാ ബ്ലിങ്കാവ്. അതാ വീട്ടുകാരുടെ ബ്ലിങ്കാവ് അല്ലേ? അവിടെ വരെയാണ്. അതുകൊണ്ട് 2 ബൈക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ വെച്ചിട്ട് അവന്മാരുടെ ഓഫ് റോഡ് ലിഫ്റ്റ് വയ്ക്കുക അല്ലേ? കൊള്ളാം. അടിപൊളി ലുക്ക്. രണ്ടെണ്ണം പഠിച്ചില്ല. അവസാനം അമ്മാര് ഞങ്ങളുടെ ഇത് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കെട്ടിക്കോളാം. അവസ്ഥ കണ്ടിട്ട്. ഈ വീടാണോ? പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ? ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ബംഗ്ലാവോ? അല്ലേ? പ്രൈവറ്റ് ഒന്നും വണ്ടിക്കാരത്തില്ല. സുഖമായിട്ട് അതെ. ഇവിടെ ബൈക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നമ്മളിങ്ങനെ കയറി വന്ന് ഈ പ്രോപ്പർട്ടിയുടെ ഇവിടെത്തി.
അവിടെ നിന്നുള്ളൊരു വ്യൂ. അയ്യോ എൻ്റെ അമ്മോ, നമ്മൾ ആ വഴിയല്ലേടാ വന്നേ? നമ്മൾ ആ വഴിയല്ലേ വന്നേ? ഇവിടെ വഴിയൊന്നും പെട്ടെന്ന് ഇവിടെ നിന്ന് മറ്റേ കേബിൾ കാർ വെച്ചാൽ കേടാ, കേബിൾ കാർ. ഓഫ് റോഡൊന്നും വേണ്ട, കേബിൾ കാറാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മണ്ടേ വരെ പോയി ഇറങ്ങാം. മഞ്ഞ് കയറി വരുന്നുണ്ട്. എനിക്കിതും കൂടെ ഞാനും ശ്വാസം എടുക്കുന്ന. ഒരു കയറ്റം പകുതി വരെ കയറി, ആ കയറ്റം എനിക്ക് യാതൊരു സംഭവം തോന്നില്ല. കാലവിടെ ഇങ്ങനെ വിട്ട് പുറകോട്ട് എടുക്കാൻ മേലെ എടുത്തോട്ട് പോകാൻ പറ്റും. എനിക്ക് അങ്ങോട്ട് പോയി കുറച്ചെടുത്തിട്ട് പോയാലോ? കാട്ടുകോഴിയോ? വിളിക്കാലോ. അത് കൊള്ളാം. ഹലോ. ഓ ഗ്ലാസ് ഒക്കെ എനിക്ക് വയ്യ. അതുകൊണ്ട് ഒന്ന് കാണിച്ചേ, പ്രേക്ഷകരൊന്ന് കാണണ്ടേ. അതാണ് നമ്മുടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിൽ അരവിന്ദിനെ എല്ലാവരും മറന്നു കാണുകയല്ലോ. അതുകൊണ്ട് അതാണ് ഈ സാധനം. 25 വയസ്സ്, പണിയൊന്നുമില്ല, കാണാനൊന്നും ചിന്തിക്കുന്നു. അത് കൊള്ളാലോ. യോഗ്യതയോടെ ബാക്കി യോഗ്യതയോടെ ഒന്ന് പറഞ്ഞുതരാം. ആ പെണ്ണിന് എന്തൊക്കെ യോഗ്യത വേണ്ട അതുകൂടെ പറഞ്ഞേരെ. ഇവിടെ 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 എന്നെ നോക്കിയാലും എന്നാ ലോക്കറി കൊണ്ടുപോക്കാടാ, പൊന്നുപോലെ നോക്കാൻ. അയ്യോ പൊന്നു വേണ്ടെന്നാ. വെള്ളിയോ? ഇവിടെ 2 വഴിയുണ്ടല്ലോ. ഈ വഴി അങ്ങോട്ടാ പോകുന്നത്? എടാ നീ ഇവിടെ സ്ഥിരം വരുന്ന, സ്ഥിരം വരുന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അറിയത്തില്ല വഴി. നമ്മുടെ മാവുണ്ടെങ്കിലോ? റെസ്റ്റ് ഇല്ലേ? റെസ്റ്റ് എടുക്കായിരുന്നു. വലിയൊരു പാറ ഉണ്ടോ? അതാണോ ആ പാറ? അതുകൊണ്ടൊരു വലിയ പാറ നമുക്ക് റെസ്റ്റ് എടുക്കാൻ കാണത്തില്ല അല്ലേ? ഏത് ഈ കണ്ണാടി വെച്ച് കണ്ണാടി വാല ട്രക്ക് കണ്ണാടി ഊരിയോ? അരവിന്ദ് എത്ര നീ എത്ര തവണ വന്നിട്ടുണ്ട് ഇവിടെ? 4 ടൈംസോ? കൊള്ളാം. എന്നിട്ടാണ് ഇതൊന്നും അറിയത്തില്ല അതല്ലേ? ആ വഴി അതുകൊണ്ട് തമ്പുരാൻ അറിയാന്ന് പറഞ്ഞു. ഓ ആ വീട്ടിലെ ചേട്ടൻ്റെ പേരാണ് തമ്പുരാൻ. ഓ അവിടെ കണ്ടോ മഞ്ഞ്, അടിപൊളി. ഞാൻ നൈസായിട്ടല്ല, ഞാൻ കട്ട ക്ഷീണിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഒരു റെസ്റ്റ് അനിവാര്യമാണ്. അയ്യോ ഓ അടുത്ത ഗൈഡ് പറഞ്ഞു ഞാൻ ഒരു ഡയലോഗ് ഒരു പ്രാവശ്യം പറയാറുള്ളൂ. അത് സാരമില്ല. അപ്പൊ വേറൊരു ഡയലോഗ് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 12 പൊറോട്ടയല്ലേ എല്ലാവർക്കും 3 എണ്ണം വെച്ചെടുക്കാം. ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും വലിയ ട്രക്കിംഗ് ആയിരിക്കും. സാലസേ നമുക്ക് എല്ലാവർക്കും കൂടെ 3 എണ്ണം വെച്ചെടുക്കാം. 3 12. ഇത് പതുക്കെ കയറാടാ, ഇത് ഇന്ന സ്പീഡിലേക്ക് കയറുന്നത്. അതേക്ക് നമ്മൾ പാറയുണ്ട്, ഇവിടെ റെസ്റ്റ് എടുക്കാം. ഇവിടെ ഒരു 35 മിനിറ്റ് റെസ്റ്റ് എടുക്കാം.
അയ്യോ എനിക്ക് വന്നിട്ട് വേറെ ഏത് ഈ പാറയോ? പാമ്പ് ഇങ്ങനെ ആ അത് ശരിയാ കേട്ടോ. അത് ചിലപ്പോ പാമ്പും പാറയോ? ഇത് മുട്ടപ്പാറ. മുട്ടപ്പാറയോ? ഇയാള് കോഴി താറാവോ? പാമ്പ് മുട്ടപ്പാറ കൊള്ളാം. ഇതെവിടെയാണ് പാട്ട് കേൾക്കുക? ഇവിടെ സ്പീക്കർ ഇടല്ലോ, എനിക്ക് സ്ട്രൈക്ക് അടിക്കും. വേണ്ട, ആ മഞ്ഞിനിടയിൽ കൂടെ ആണ്ട ജീപ്പ് ഇറങ്ങി പോകുന്നു. ചെളിക്കത്തിയാടിയാ അടുത്ത എവിടെയെങ്കിലും വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ എടുക്കാം. കാല് കഴുകാം. ഇവിടെ വണ്ടി ഇവിടെയോ? ഇവിടെ എന്തോ ഒരു കുളമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു കുളം ഉണ്ടല്ലോ. ഇവിടെ പോണോ? അതിന് അതെന്തോ ഇവിടെ എന്തോന്ന് പോയി നോക്കാം ആദ്യം. അയ്യോ ഇതുണ്ടോ? ഇത് സെറ്റ് സ്ഥലമാണല്ലോ. കേട്ടോ ഈ മരത്തിന് കേട്ടോ, മരത്തിന് അവിടെ എല്ലാം പൊട്ട മഞ്ഞ് കയറിയിരിക്കും. അങ്ങോട്ട് പോയാൽ ഭയങ്കര ചെളിയാ. നോക്കട്ടെ, ഇവിടെ തോട്ടപ്പുഴ ഉണ്ടോ ഇവിടെ? വേണ്ട, തോട്ടപ്പുഴ വല്ലതും പിടിച്ചാൽ. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുന്ന കേട്ടോ, അതിന് വേണ്ടി പണിതിട്ടേക്കുന്ന. പക്ഷെ അതെല്ലാം വൃത്തികേടാക്കി ഇട്ടേക്കുന്നത്. ആ രണ്ട് അരവിന്ദിൻ്റെ കലാപരിപാടികളാണ് നടക്കുന്നത്. അവിടെ വേറൊരു കലാപരിപാടി നടത്തുന്നുണ്ട്. എന്തുവാണ് നീ എടുക്കുന്നത്? ഈ മരമോ? ആ നമുക്ക് തിരിച്ചു പോകാം. പിന്നെ എല്ലാ കുളവും പോകണം, മൊതാമക്കുളവും ഒക്കെ പോകണം. ഇവിടെ അടുത്താണോ മൊതാമക്കുളം? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ, ഗിഫ്റ്റിൻ്റെ വീഡിയോ. ഏത്? അഞ്ചുരുളിയോ? പിന്നെ വേറെ പാഞ്ചാലിമേടുള്ള. ആ ഓ അവിടെയാണല്ലേ. കണ്ണനെ കാണുന്നില്ലല്ലോ. ആ കണ്ണനുണ്ടല്ലോ. ആ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഉള്ള അട്രാക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് അരവിന്ദ്? ഇവിടെ ആ ഇവിടെ ഇപ്പോൾ ഉള്ള അട്രാക്ഷൻ ഞാനാണ്. ഓ എനിക്ക് വയ്യ, ഓ റോഡിൽ നിറച്ച് ചെളിയാ. ഇനി നീ അത് വാരി അടിക്കാതെ. എവിടെ? എവിടെ ആയിട്ട്? താഴെ തുമ്മലാ? അതാണോ? ഇവിടെ ഒന്ന് ഉളുപ്പണി കാണാൻ പറ്റുമോ? ഇവിടെ ഉളുപ്പണി എന്ന് പറയുന്നത് മറ്റേ വാഗമണ്ണല്ലേ? ഓ അതൊക്കെ ഒന്ന് കാണിച്ചു തരണേ. പാരാഗ്ലൈഡിങ് കാണുമല്ലായിരിക്കുമല്ലോ. ഇപ്പോൾ അത് നിർത്തിയേക്കുമല്ലേ? നിർത്തി ഉള്ളപ്പോൾ ഇപ്പം എന്തായാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അപ്പുറം പരിപാടിയൊക്കെ അപ്പുറം നിർത്തി വെച്ചേക്കുമായിരിക്കും. കോടുകയാണ്. പിന്നെ മഴയും കൊള്ളതുകൊണ്ട് നടക്കുകയില്ല. എണ്ണ കൊടുത്തു കേട്ടോ. മഴ നനഞ്ഞോ? കണ്ണം മഴ നനഞ്ഞോ? പിന്നെ എങ്ങനെ തുമ്മാൻ തോന്നി? അല്ല ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് തല നനഞ്ഞോന്നും അല്ല ചോദിച്ചേ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്ക്. എടാ ഇവിടെ ഓറഞ്ചുണ്ടോ? ഇവിടെ ചെറിയ ഓറഞ്ചോ? പേരക്കായോ? എങ്ങനെ തിന്നാണല്ലോ ഉണ്ടോ? ശരിയാ. പക്ഷെ ആര് ശരിയാക്കും? താഴെ എഴുതി വെച്ചിട്ടുണ്ട് 60 ലക്ഷം രൂപയും കൊണ്ട് അനുവദിച്ചിരുന്നോ എന്തൊക്കെയാണ്. സിമ്പിൾ സാധനങ്ങളാ. ആണോ? നമ്മുടെ ഗൈഡ് പറയുന്നത് അങ്ങോട്ട് ഭയങ്കര ഓഫ് റോഡ്, കട്ട ഓഫ് റോഡ് എന്നാണ്. ഇല്ലെങ്കിൽ ഗൈഡിനെ കുനിച്ച് നിർത്തി ഇടിക്കുന്നതായിരിക്കും. ഉയ്യോ ഇത് കണ്ടോടെ, അതാണ് മല. ഇവിടുന്നാണ് തുടക്കം. മഞ്ഞ് കട്ട ഓഫ് റോഡ് തുടങ്ങി. ഇതാണ് വഴി. ഓഫ് റോഡിങ്ങിന് വേണ്ടിയല്ലേ?
ഇടയ്ക്ക് ഓരോ ടിപ്പനുണ്ട് ഓരോ കല്ലടിക്കും ഓരോ അടിക്കുന്നു. ഈ ഉരുളങ്കല്ല് തപ്പി എടുത്തോണ്ട് പറഞ്ഞല്ലോ. അമ്മാര് കയറുമ്പോൾ കല്ലങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്ത് കളഞ്ഞാൽ പോകും. എടാ ഇനി ഇവിടെ വേറെ തേയില ഫാക്ടറി ഉണ്ടോടാ? ഒരു വീഡിയോയിലൊക്കെ കണ്ട പോലെ തോന്നുന്നു. ഉമ്മ ഞാൻ തോന്നുന്നു മോളി വരയ്ക്കും. എന്റെ പൊന്നെ അവിടെ മുഴുവൻ മഞ്ഞാണ്. രാഹുൽ ബ്രോയ്ക്ക് മേലെ ഇതോ എന്ത്? അപ്പൊ അങ്ങനെ ആ ഓഡിയോസ് എല്ലാം മ്യൂട്ട് അടിച്ചേക്കാം കേട്ടോ. അത് വേണ്ട, അത്ര കട്ടി മെസ്സേജ് വരും. ആ ടു എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പത്തിരിപ്പിട്ടൊന്നും ഒന്നാലെയോ ആടിച്ചൊല്ലി കിടാനേ തണുപ്പാകുമ്പോൾ രസമില്ല. അതെ, നല്ല വെയിലായിരുന്നെങ്കിൽ പണി കളയാനല്ലേ. എന്നാലും ഇവിടെ വലിയ ചൂടെടുക്കാനുള്ള സാധ്യത കുറവാണ്. നെഗറ്റീവ് വൈബ്. ആര് തിരിച്ചിറങ്ങാമോ? തീർ മഴയും കൊണ്ട് ഇവിടെ വരെ എനിക്കമ്മ കണ്ടോ? എനിക്ക് അമ്മയോട് ചോറിനെ ഓടി അയ്യോ. ഇനി സ്പീഡപ്പ് വേണ്ട, ഈ സ്പീഡൊക്കെ മതി. കണ്ണൻ ബ്രോ ഇതാ വെള്ളം കുടിക്കുകയാണ്. ഞാൻ വെള്ളം കുടിക്കുന്നത്, വെള്ളം കുടിച്ചാലേ ഇടയ്ക്കിടെ കഴിയുന്നുണ്ടല്ലോ, കൊളുത്തി പിടിക്കും. കയ്യൊക്കെ അടിച്ച് കമ്പിട്ട് എടാ എടുക്കടാ. വേറെ ചെയ്യാനില്ല, വേറെ സാധനമൊന്നുമില്ല. ഉപ്പോ ലൈറ്റ് സാനിറ്റൈസർ ഉണ്ടോ? സാനിറ്റൈസർ അടിച്ചാൽ പോകും. സാനിറ്റൈസർ ഇല്ല? ഇല്ല എടുത്തു. ഇത് പിടിച്ചാടാ, ഞാൻ അവനെ പറിച്ചു കളഞ്ഞ. ആരല്ല അതിനെ പറിച്ചു കളഞ്ഞു. എടാ സൂക്ഷിച്ചു കളഞ്ഞ കേട്ടോ, ഭയങ്കരനാ. ഞാൻ നോക്കിയപ്പോളേ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ചൊറിയുന്ന പോലെ തോന്നിയപ്പോഴാണ് കൈ കയറിയിരിക്കുന്നതാണല്ലോ എനിക്ക് തോന്നിയത്. കാണും, ചിലപ്പം കാണും. ആ പെരുന്നേനൊരു പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ജീൻസിനകത്ത് മുട്ടിൻ്റെ അവിടെ എല്ലാം കടിച്ച് ചോര വന്നിരിക്കുക. ജീൻസ് നമ്മൾ എരുമേലി വന്നപ്പോൾ ചായ കുടിക്കാൻ നിർത്തി കഴിഞ്ഞപ്പം ജീൻസ് നിറച്ച് ചോര ഇങ്ങനെ നിറഞ്ഞൊഴിക്കൊണ്ടിരിക്കും. അവിടെ ഒന്ന് നോക്കിയപ്പം രണ്ടെണ്ണത്തിന് അവിടുന്ന് പിടികൂടി. വീട്ടിൽ ചെന്ന് വീണ്ടും ജീൻസ് ഊരി കഴിഞ്ഞപ്പം വേറെ പല ഭാഗങ്ങളിലും അവന്മാരെ കണ്ടുപിടികൂടി. അപ്പോൾ നമ്മുടെ ഗൈഡിന് ടെൻഷനായി തുടങ്ങി. പറഞ്ഞോ, പിന്നെ മുമ്പ് ടെൻഷനാന്ന് പറഞ്ഞു ഇവന്മാരെ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്ന ലാസ്റ്റ് ഗൈഡ്. ഇതൊക്കെ നമുക്ക് ഈലുള്ള കാര്യം. അപ്പോൾ നമ്മൾ കയറി വന്നിടത്തെയാണ് മൊത്തം ഗോഡയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. കയറി വന്ന വഴിയാ. അയ്യോ, എന്താണ്ട് എൻ്റെ കാലയിലൊക്കെ വീണ്ടും എന്തൊക്കെയോ കളിക്കുന്നത് തോന്നുന്നുണ്ട്. അതാണ് നമ്മുടെ ഗൈഡ് പോകുന്നു. ഗൈഡേ സുഭാഷ വേണ്ട, ഇവിടെ ഉണ്ടോ മഞ്ഞുണ്ടോ? ഒരു വലിയ പാറയാണ്. ഈ പാറയുടെ അവിടെ ആയിട്ട് കുറേ വീണ്ടും കയറ്റം അവിടെ പറഞ്ഞു. അരവിന്ദ, ഈ ഉറുമ്പിക്കരാണ് പേര് വരാൻ കാരണം എന്താടാ? പറഞ്ഞു. നോ ഐഡിയ. അതിൽ നിന്നാണ് ഉറുമ്പിക്കരയെന്ന് പേര് വന്നത്. ഓക്കെ, ഇതാണോടാ ഇപ്പൊ ഏലമലങ്കാട്? പുല്ലിടും. കോട്ടയത്ത് എവിടാ? ഭാഗത്താണോ? ഒരു മഹ കാണത്തില്ല. തോട്ടിട്ട് പോയാലും ഒന്നും കാണത്തില്ല, നല്ല മഞ്ഞ. ചെറിയ ഒരു വഴി മാത്രം.
കൈ കൊടുത്തിട്ട് ക്ലച്ച് കപ്പല്ലോ വണ്ടി തിരിച്ചിറങ്ങണോ? തിരിച്ചിറങ്ങല്ല, കൂട്ടത്തിൽ രണ്ടവന്മാരുണ്ട്. അവന്മാരോടൊന്ന് വിളിച്ചോണ്ട് ഇതിലെ ബൈക്ക് കയറത്തില്ലെന്ന് പറഞ്ഞത്. അയ്യോ, ഇതാണ് വഴി. ആ ചേട്ടൻ തിരിച്ചിറങ്ങി പോവാ, വണ്ടി കയറിയല്ല. എടാ വല്ല ടയറും പഞ്ചറായ എന്നാ ചെയ്യും? അയ്യോ, ഒന്നും ചെയ്യാനില്ല. വേണ്ട, ഇതുപോലെ ഇരിക്കുന്ന കൂർത്തിരിക്കുന്ന കല്ലലങ്ങാനും കൊണ്ട് ടയർ പഞ്ചറായി. ആ, പഞ്ചറാകത്തില്ല. എടാ ഇതിലെങ്ങനെയാ ഓട്ടോ കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു? ആ, പാർട്സ് അടിച്ചുകൊണ്ട് പോയി പണിത് അവിടെ വെച്ച് പണിത് സെറ്റ് ചെയ്തായിരിക്കും. പോകുന്ന വഴി കാണുന്ന ഒരു പാറയാണ്. മഞ്ഞാണ്. ആ പാറ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇനി താഴേന്ന് ഒന്ന് നോക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ആയിക്കൂടെ നടന്നു പോകുന്നത്. ഇതാണ് വഴി. നടന്നിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പാറയുണ്ട്. ആ ഭാഗത്ത് മുഴുവൻ കോടമഞ്ഞിങ്ങനെ നീങ്ങിപ്പോകുന്ന കാഴ്ച കാണാം ഇവിടുന്ന്. അതുകൊണ്ട് ഇതാണ് ആ പാറ. ഇതാണ് ആ പാറ. അതാണ് നമ്മളെ കയറി വന്ന വഴിയാണ്. ഇതാണ് ആ പാറയുള്ളത്. ഇവിടെ ആ പാറയുടെ മണ്ടേ കയറാൻ പറ്റത്തില്ല. അത് ഭയങ്കര അങ്ങ് താഴേക്ക് പോകും. നമുക്ക് ഇതിന് തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പാറയുണ്ട്. ആ പാറയുടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവരെന്നെ ഇട്ടിച്ചിട്ട് നേരെ അങ്ങ് പോയി. എൻ്റെ അമ്മേ, ഇത് സെറ്റ് പാറയാണല്ലോ. അടിപൊളി. അയ്യോ, കണ്ട അവിടെ വേറെ ഒരു പാറയും കൂടെ ഉണ്ട്. അതിൻ്റെ മണ്ടയിലോട്ട് ചിലപ്പോൾ കയറാൻ പറ്റുമായിരിക്കും. കണ്ട അവിടെ ഉണ്ട്. ഇത് മൊത്തം ഗോഡയായതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഇവിടെ നമ്മുടെ ഗൈഡും ബ്രോമാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്തെ സൈഡ് എന്താണ് നോക്കുക. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. ഈ പാറയുടെ താഴോട്ട് അങ്ങോട്ട് കൊക്കയാണ്. നമുക്ക് കുറച്ചും കൂടെ എഡ്ജിലോട്ട് പോയി നിന്ന് നോക്കാം. അല്ലേ തെന്നിപ്പോയാൽ പോയി. വേണ്ട, നമ്മളെ ഗൈഡാണ് അവിടെ നിന്ന് കൂവിയത്. ഗൈഡിൻ്റെ ഡാൻസ്. ഗൈഡ് ഡാൻസ്. കൊള്ളാം കൊള്ളാം. കോടമഞ്ഞിൻ്റെ എൻ്റെ പൊന്നെ. ഉയ്യോ, എന്നാ മഞ്ഞാന്നറിയോ എൻ്റെ പൊന്നോ. അടുത്തിരിക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത പോലെ കോടമഞ്ഞാണ് കേട്ടോ. ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ എടുക്കുന്നതൊക്കെ എഡ്ജ് പന്ത് നിന്നിട്ടാണ് കേട്ടാ. എഡ്ജൊക്കെ തന്നെയാണ്. മൊത്തം കോടയാണ്. ഈ ഭാഗത്ത് മുഴുവൻ കോട ഇങ്ങനെ കയറി കിടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് മേളിലായിട്ടൊരു പാറയും കൂടെ ഉണ്ട്. അതിൻ്റെ കൊണ്ടൊക്കെ അരവിന്ദ് ഇതിനെ കൊണ്ടേ കയറാവിടാ വേണോ? അതല്ല കയറണമെന്ന്. ഇതൊന്നും ഒരു വ്യൂ പോലും ഇല്ല. ഒരു എല്ലാതും ഉണ്ടാവും. മുഴുവൻ കോടയാണ്.